ഹായ് ഹലോ. അനോമി റിയാസ് മാരാത്ത് കഥ എഴുതി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ഭാവനയും അതുപോലെ തന്നെ റഹ്മാനും പ്രധാന കഥാപാത്രങ്ങളായി വന്നിട്ടുള്ള അനോമി എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. ഏഹ് സുജിത് സാരംഗാണ് ക്യാമറ ചെയ്തിട്ടുള്ളത്, എഡിറ്റ് ചെയ്തിരിക്കുന്നത് കിരൺ ദാസ്. ഏഹ് ഈ ഭാവനയും റഹ്മാനും കൂടാതെ ബിനു പപ്പു ചെറിയൊരു ക്യാരക്ടർ, അത്ര ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറൊന്നും അല്ല, പക്ഷേ നല്ലൊരു ക്യാരക്ടറാണ്. പിന്നെ വിഷ്ണു അഗസ്ത്യ ഒരു ക്യാരക്ടർ ആയിരുന്നു. അർജുൻ ലാൽ, ഷെബിൻ ബെൻസൺ, അങ്ങനെ വലിയൊരു താരനിരയുള്ള സിനിമയൊന്നുമല്ല. പക്ഷേ എല്ലാവരും അവരവരുടെ റോളുകൾ നല്ല കൃത്യമായിട്ട് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, ഞാൻ ട്രെയിലർ പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു പ്രതീക്ഷയുമില്ലാതെ ഒന്നും മനസ്സിൽ വെക്കാതെ ഒന്ന് പോയി കണ്ട സിനിമയാണ് നൈസ്. നൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസെപ്റ്റ്, നമ്മുടെ മലയാളത്തിൽ ഇറങ്ങുന്ന കൺസെപ്റ്റിനെ നമ്മൾ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. കൺസെപ്റ്റ് ഈസ് കിങ് എന്ന് നമ്മൾ പറയില്ലേ. കിഡു കൺസെപ്റ്റ്. ഈ സിനിമ എന്താ പറയുക, ഒരു ക്രൈം ത്രില്ലർ ജോണറിലുള്ള ഒരു സിനിമയാണ്. ഒരു സീരിയൽ കില്ലിംഗ് അല്ലെങ്കിൽ ഒരു സീരിയൽ കില്ലർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു സിനിമയാണ്. പക്ഷേ ഡിഫറെൻറ്റ്, ബട്ട് ഡിഫറെൻറ്റ്. അതാണ് ഈ സിനിമയുടെ, എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് കൺസെപ്റ്റാണ്. നമ്മൾ ഈ എന്താ പറയുക, ഈ അടുത്ത കാലത്ത് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്രൈം ത്രില്ലർ സിനിമകളുടെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ സീരിയൽ കില്ലിംഗ് മെത്തേഡ്. ആ സിനിമകളിൽ വരാവുന്ന ഒരു എന്താ പറയുക മെറ്റീരിയൽസും അത്തരത്തിലുള്ളൊരു അത് ആ സിനിമകളിൽ വരാവുന്ന കുറേ ടെംപ്ലേറ്റ്സ് ഈ സിനിമയിലുണ്ട്. പക്ഷേ ആ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ അതാണ് ഞാൻ പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആ കൺസെപ്റ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ്, അധികം ആരും ചർച്ച ചെയ്യാത്ത അല്ലെങ്കിൽ അധികം സിനിമകളിലൊന്നും വരാത്ത ഒരു കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ഫ്രഷ്നെസ് പരിപാടിയൊക്കെ കിട്ടിയിരുന്നു. പെർഫോമൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കിടുവാട്ട് ചെയ്തിട്ടുണ്ട്. ഭാവനയുടെ നല്ല ഒരു ക്യാരക്ടർ, അതുപോലെ തന്നെ റഹ്മാൻ. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മൾ ഒരു കാലഘട്ടത്തിൽ റഹ്മാൻ യുഗം ഉണ്ടായിരുന്നല്ലോ, അവിടെ നിന്ന് പിന്നെ റഹ്മാൻ എവിടെ പോയി എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. റഹ്മാൻ പിന്നെ കുറച്ച് ചെറിയ ചെറിയ ക്യാരക്ടറിലൊക്കെ വന്നു പോയി എന്നുള്ളതെ, അദ്ദേഹത്തിൻ്റെ ഒരു ഫിസിക്കൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിനൊരു ഓറ സെറ്റ് ചെയ്തെടുക്കാൻ കഴിയും. അത് നല്ലൊരു ക്യാരക്ടറൊക്കെ കൊടുത്ത് നല്ല കിടിലൻ ഫിസിക്ക് അറിയാലോ, അദ്ദേഹം ആ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന പരിപാടിയൊക്കെ അടിപൊളിയാണ്. അപ്പോൾ സ്ക്രീനിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള കുറേ ഷെയ്ഡുകളൊക്കെ ക്യാരക്ടറിൻ്റെ ഒരു ഇമോഷൻ ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അത് നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. സിനിമയിലൊരു ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് എന്താ എഡിറ്റിംഗ്. അത് എഡിറ്ററുടെ പ്രശ്നമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതാണെന്ന് ഞാൻ പറയുന്നില്ല. അത് സിനിമയുടെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചേക്കുന്നത് എനിക്ക് തോന്നുന്നു. ആ സ്ട്രക്ചർ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം എഡിറ്റിംഗ് പാറ്റേൺ കുറച്ചും കൂടി മാറ്റിയെടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത്തിരി കൂടി സ്ലോവിലാണ് കഥ പറഞ്ഞു പോകുന്നത്. കുറച്ചുകൂടി ഇപ്പോൾ അത് ഒരു സംവിധായകൻ്റെ ഒരു വിഷൻ ആയിരിക്കുമല്ലോ, ഈ പടം എനിക്ക് ഇങ്ങനെ മതി എന്നുള്ളത് അത് അദ്ദേഹത്തിൻ്റെ ഫ്രീഡമാണ്. പക്ഷേ ഞാനെന്ന പ്രേക്ഷകനെ കാണുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒന്ന് ഫാസ്റ്റ് ആയിരുന്നെങ്കിൽ, എന്ന് വെച്ചാൽ ലാഗ് ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, കുറച്ചും കൂടി ഒരു എഡിറ്റിംഗ് പരിപാടി കുറച്ചും കൂടി ഒന്ന് ഫാസ്റ്റായിട്ട് കട്ട് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നാവുമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ തീരെ എഡിറ്റിംഗ് മോശമാണെന്നല്ല, എഡിറ്റിംഗ് പരിപാടികളിൽ ഒരു ചേസിങ് സീനുണ്ട് ബൈക്കിൽ, റഹ്മാനും വില്ലനും തമ്മിലുള്ള, കൂടുതൽ ഞാൻ പറയുന്നില്ല. അവിടെയൊക്കെ ഗംഭീരമായിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഓൾ ഓവർ നോക്കുമ്പോൾ അങ്ങനെ ഒരു പരിപാടി. പക്ഷേ ഈ പറയുന്ന നെഗറ്റീവ് അത് ഒരു സിനിമേനെ ഭയങ്കരമായി ബാധിക്കുന്ന ഒരു നെഗറ്റീവ് ഒന്നുമല്ല. പിന്നെ എനിക്ക് തോന്നിയതൊരു തുടക്കത്തിൽ പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ് എന്താ പറയുക, ഭയങ്കര ഡയലോഗ് ഡബ് ചെയ്തിരിക്കുന്നത് എന്തോ ഒരു മിസ്മാച്ച് എനിക്ക് പ്രത്യേകിച്ച് തോന്നി. കാരണം അവർ പറയുന്ന ഡയലോഗ്സ് ഒക്കെ നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ അവരുടെ മൗത്ത് പോകുന്നതും പരിപാടികളൊക്കെ എന്തോ ഒരു വേറെ മാതിരി എന്തോ സംസാരിക്കുന്ന പോലെയൊക്കെ തോന്നി. എന്തോ ഒരു മിസ്മാച്ച്, അങ്ങനെ ഒരു സാധനം തോന്നി. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫ് കുറേയും കൂടി എൻഗേജ്ഡ് ആയതുകൊണ്ടാവാം ചിലപ്പോൾ അങ്ങനെ തോന്നാതിരുന്നത്. സിനിമ തുടങ്ങിയ ഒരു 20 മിനിറ്റത്തോളം നമുക്കൊരു ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, എങ്ങോട്ടാണ് ഈ സിനിമ കൊണ്ടുപോകുന്നത്, അങ്ങനത്തെ ഒരു പരിപാടിയാണ്. 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സിനിമയിലേക്ക് ഒന്ന് ഇന്നാവുന്നത്. അത് എന്താ പറയുക, ഫസ്റ്റ് ഹാഫ് ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പ് നമുക്കൊരു നല്ലൊരു പ്രതീതി തന്നിട്ടാണ് സിനിമ ഇൻ്റർവെല്ലിന് വിടുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങ് കുറേയും കൂടി സെക്കൻഡ് ഹാഫാണ് എനിക്ക് കുറച്ചും കൂടി അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു സാധനം ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഹർഷവർദ്ധനാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ചില സാധനങ്ങളൊക്കെ നമുക്കൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ചില ഒരു എന്താ പറയുക, ഒരു മാസ് എലിവേഷൻ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ക്ലീഷേ, ഒരു എന്താ വെച്ചാൽ സ്ഥിരമായിട്ട് പാറ്റേൺ മാറ്റി പിടിച്ചിട്ട് വേറൊരു പരിപാടിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്.
അത് രസമായിട്ട് എന്താ വെച്ചാൽ സൈലൻസ് ഇടേണ്ട സൈലൻസ് എടുത്ത് ഇടേണ്ട ഇടത്ത് സൈലൻസ് ഇട്ടുകൊണ്ടുള്ള നല്ലൊരു പരിപാടിയായിട്ടാണ് പിടിച്ചേക്കുന്നത് ഹർഷവർദ്ധൻ. പിന്നെ എനിക്ക് തോന്നുന്നത് ഭാവനയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഭാവന കുറച്ചും കൂടി എന്ന് വെച്ചാൽ ഒരു ടിപ്പിക്കൽ എന്താ പറയുക ഒരു നായിക എന്നുള്ള കൺസെപ്റ്റിലേക്ക് അല്ല അത് മാറ്റി അത് മൊത്തം മാറ്റി വെച്ചിട്ട് ഒരു ഒരു വേറെ ഒരു എന്താ സ്ത്രീ ഒരു ഒരു സ്ത്രീ ആ ഒരു എന്ന് വെച്ചാൽ ഭാവനയുടെ ക്യാരക്ടറിലൂടെ വേണമെങ്കിൽ സിനിമ കൊണ്ടുപോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിലൊക്കെ നല്ല ആ ക്യാരക്ടറിന് കൊടുത്തേക്കുന്ന ഒരു ഡെപ്തും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ഇമോഷൻ പരിപാടികളൊക്കെ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. സിനിമ ഉദ്ദേശിക്കുന്ന ഇമോഷനൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഇമോഷൻ വർക്കായാൽ തന്നെ സിനിമ നമുക്ക് കുറച്ചുകൂടി കാണുന്ന പ്രേക്ഷകന് കുറച്ചുകൂടി കണക്റ്റ് ആകുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ പോകുന്നു. പിന്നെ ഈ കൺസെപ്റ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ആക്ടർ വരുന്നുണ്ട് കേട്ടോ. അത് ഞാൻ സ്പോയിലർ ആവും എന്നുള്ളതുകൊണ്ട് പറയുന്നില്ല. അത് നിങ്ങൾ തിയേറ്ററിൽ വാച്ച് ചെയ്യുക. കൺസെപ്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്പോയിലർ ഇല്ലാതെ തന്നെ പറയാം. നമുക്ക് ഈ മരണത്തിന് തൊട്ട് മുമ്പുള്ള എന്ന് വെച്ചാൽ മരണത്തെ മുഖാമുഖം കാണുന്ന മനുഷ്യരെ കുറിച്ച് നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ടല്ലോ പല പല കാര്യത്തിൽ. എന്ന് വെച്ചാൽ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഫീലിങ്സ് എന്താണെന്ന് മരിച്ചു പോയവർ തിരിച്ചു വന്ന് നമ്മളോട് പറയില്ലല്ലോ. അപ്പം അതിൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് അത് രസമായിട്ട് അവർ ആ ഒരു ഒരു എന്താ പറയുക ക്രൈം ത്രില്ലറിൽ ബ്ലെൻഡ് ചെയ്ത് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അത് ക്ലൈമാക്സിലോട്ട് അടുക്കുമ്പോൾ നമുക്ക് കുറേയും കൂടി കൊള്ളാം, പരിപാടി കൊള്ളാം എന്നുള്ള ഒരു സാധനത്തിലേക്ക് എത്തും. അതാണ് എന്നെ കുറച്ചുകൂടി ആകർഷിച്ചത് കേട്ടോ. അപ്പം അതൊരു മരണത്തെ മുഖാമുഖം കാണുന്ന അതിന് തൊട്ട് മുമ്പ് എന്താണ് അവരനുഭവിക്കുന്ന ഒരു 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 പരിപാടി എന്താണെന്നുള്ളത് അവർ നന്നായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. തോന്നിയത് കുറച്ചുകൂടി ആ സ്ഥലത്തൊക്കെ കുറച്ചും കൂടി എഡിറ്റിംഗ് പരിപാടിയൊക്കെ രസമായിട്ടുണ്ടെങ്കിൽ ആദ്യം കുറേ ഭാഗങ്ങളിലാണ് എഡിറ്റിംഗ് ഇത്തിരി കൂടി ഒന്ന് ഫാസ്റ്റാക്കി കട്ട് ചെയ്തിരുന്നെങ്കിൽ എന്നെനിക്ക് തോന്നിയത്. 2 മണിക്കൂർ 2.5 മണിക്കൂറാണ് സിനിമയുള്ളത്. പക്ഷേ ലാഗൊന്നും ഫീൽ ചെയ്യുന്നില്ല. പെർഫോമൻസ് ആണെങ്കിൽ എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കൊണ്ടുവന്നിട്ടുള്ളൊരു ഒരു മൊത്തം കളർ പാലറ്റ് ആണെങ്കിലും എല്ലാം രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. റിച്ച് ആയിട്ടുള്ള ഫ്രെയിംസ് ആണ് കേട്ടോ കൂടുതലും. പിന്നെ ഭാവന എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാറിൻ്റെ ഉള്ളിലുള്ള കുറേ സീനുകളുണ്ട്. അതെനിക്ക് തോന്നുന്നു കുറച്ച് ഒരു ആവർത്തന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നി. അതൊന്നും ഒഴിവാക്കാമായിരുന്നു. ഭൂരിഭാഗം സമയവും കാറിൻ്റെ ഉള്ളിൽ ഉള്ളൊരു കളിയാണ്. അതെനിക്ക് ഇത്തിരി എന്തോ പോലെ തോന്നി. ബാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ നെഗറ്റീവ്സ് ഒന്നും അത്ര അങ്ങനെ ഭയങ്കരമായി ബൾജ് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ സിനിമയെ ബാധിക്കുന്ന തരത്തിലുള്ള നെഗറ്റീവ് ഒന്നുമല്ല. ടോട്ടലി നോക്കുമ്പോൾ എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി എന്ന് വേണം പറയാൻ. മറ്റൊരു കാര്യം നമ്മുടെ തുടക്കത്തിൽ CJ റോയ്ക്കൊരു ഒരു പ്രണാമം പറഞ്ഞുകൊണ്ട് ആയിരിക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ വിട്ടുപോയതാണ്. നമ്മുടെ പ്രൊഡ്യൂസർമാരിൽ ഒരാൾ നമ്മൾ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. നമ്മളെ വിട്ടുപോയ CJ റോയ് കൂടി പ്രൊഡ്യൂസറായിട്ടുണ്ട്. ഭാവനയുടെ ഒരു പ്രൊഡക്ഷൻ ഹൗസും കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് പ്രൊഡ്യൂസർമാരിൽ.